ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരിപ്പായസമാണ്. അത് നമ്മൾ വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായിട്ട് ഞാൻ 2 കപ്പ് നേരിയ അരി, അതായത് ഗന്ധകശാല എന്ന് പറയും, ജീരകശാല അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കുന്ന അരിയാണ്. 2 കപ്പ് എടുത്ത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വേകാൻ വെക്കാം. ഇതിനാവശ്യമായിട്ടുള്ള വെല്ലം നമുക്കെടുക്കാം. 7 എണ്ണമാണ് ഞാൻ ആദ്യം എടുത്ത് ഉരുക്കിയത്. അത് പോരാ, അപ്പോൾ ഞാൻ വീണ്ടും 3 എണ്ണം കൂടി എടുത്തിട്ടുണ്ടായി. ടോട്ടൽ 9 വെല്ലം എടുത്തിട്ട് ഉരുക്കി. വെല്ലത്തിന് ജഗരി, പിന്നെ വേറെ സ്ഥലത്ത് എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ ഇത് നമുക്ക് ഉരുക്കിയെടുക്കാൻ വെച്ച് കൊടുക്കാം. എൻ്റെ ഉമ്മ വെച്ചതുകൊണ്ട് പറയുന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പായസമാണിത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണേ. ഭയങ്കര ടേസ്റ്റാ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പാല് നമുക്കെടുക്കാം. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തത്, മിൽമൻ്റെത്. ഇനിയിപ്പം പശുവും പാലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ അതൊക്കെ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് 3/4 കപ്പ്. അതും കലക്കിയിട്ട് റെഡിയാക്കി വെക്കാം. നല്ല ടേസ്റ്റായിരിക്കും. പാൽപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും, അത് ഓരോ ആളും ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരി വെന്ത് വന്നിട്ടുണ്ട്. തിളപ്പിച്ച പാലൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് എന്നോട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. വെല്ലം ഒഴിച്ചു കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം. ഇത് ശരിയായിട്ട് വെട്ടി തിളച്ചെടുക്കാനുള്ള സ്പേസ് ഇല്ല, പാത്രം നിറയെ ആയിട്ടുണ്ട്. അപ്പോൾ പാലും ഇതൊക്കെ തിളപ്പിച്ചിട്ട് തന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഇളക്കി ചേർത്ത് കൊടുക്കാം. സെറ്റാക്കി വെച്ച പാൽപ്പൊടി കലക്കിയതുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഇതിൽ 2.5 ടീസ്പൂണോളം പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ട് 2 ടേബിൾ സ്പൂണ് നെയ്യ് വെച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അണ്ടിപ്പരിപ്പ് സെറ്റാകുമ്പോൾ മൂത്ത് വരുമ്പോൾ കിസ്മിസ് ഇട്ട് കൊടുത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പായസത്തിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഇതിൽ ഞാൻ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇത്തിരി കാരമൽ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അത്ര മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം കൂടുതലായിട്ട് ടേസ്റ്റ് എങ്ങനെയാണ് ഇതായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് 1/2 ടീസ്പൂണോളം കാരമൽ എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി പായസം റെഡിയായി. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടി അറിയിക്കണേ. ബൈ ബൈ, സീ യു.